വാപ്പ മക്കളെ അന്വേഷിക്കുക, മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുക പാലം കടന്നതിന്റെ ശേഷമാണ്. സിറാത്ത് പാലം. വാപ്പ മക്കളെ അന്വേഷിക്കുന്നതും മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുന്നതും പാലം കടന്നതിന്റെ ശേഷമാണെങ്കിൽ, പാലം കടക്കുന്നതിന്റെ മുമ്പ് തിരിഞ്ഞു നിൽക്കുന്ന ഒരാൾ മാത്രമാണുള്ളത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി വര്യൻ പുണ്യ നബിയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് മഹ്ശറയിൽ വെച്ച് നിങ്ങളെ ഒന്ന് കാണണമെങ്കിൽ ഞാൻ എവിടെയാണ് തിരയേണ്ടത് നബിയേ? നബി തങ്ങൾ പറഞ്ഞു, സഹാബ, നന്മതിന്മകൾ എഴുതി ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് എന്നെ കാണാം. ആ സഹാബി ചോദിച്ചു, നബിയെ അവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ നോക്കുക എന്ന് ചോദിച്ചു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബ, അവിടെ കണ്ടില്ലെങ്കിൽ അത് തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ വെച്ച് നിങ്ങൾക്ക് എന്നെ കാണാം. ആ സ്വഹാബി വര്യൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ വെച്ച് കണ്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? ഹൗദുൽ കൗസർ എന്ന വെള്ളം കൊടുക്കുന്ന സ്ഥലത്ത് വെച്ച് എന്നെ കാണാം. അല്ലാഹുവിന്റെ റസൂലേ, അവിടെയും നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? എനിക്ക് മഹ്ശറയിൽ നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല നബിയേ എന്ന് പറഞ്ഞപ്പോ പുന്നാര നബി തങ്ങൾ പറഞ്ഞു, സഹാബ, സിറാത്ത് പാലം കടക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ കാണാതെ പോകൂല സഹാബ. ഓരോ മനുഷ്യനും കിടക്കുമ്പോ അല്ലാഹുമ്മ സല്ലിം, പടച്ചോനെ ഓനെ രക്ഷപ്പെടുത്ത് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഏക മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ആരും നോക്കൂല. ആ മനുഷ്യൻ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞതാണ് 650 കൊല്ലമായി ലോകം കേട്ട ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം. എന്തേ ഞാൻ പറയാൻ കാരണം എന്താ? നിങ്ങള് ജീവിതത്തിലെ എല്ലാ പ്രധാന സംഭവങ്ങളും ഓർക്കുന്ന സമയമുണ്ട്. അതെപ്പോഴാ? നിങ്ങള് മൗത്തിന്റെ നേരം, മരിക്കുമ്പോ. ഇപ്പൊ നമുക്ക് നിലവിലുള്ള പെണ്ണുങ്ങളെ, ആണുങ്ങളെ, കുട്ടികളെ എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഇപ്പൊ നമുക്കുള്ള ഈ ഓർമ്മന്റെ പേര് കോൺഷ്യസ് മൈൻഡ് എന്നാണ്. ഇപ്പൊ നമ്മൾ കോൺഷ്യസിലാണ്. ഞാൻ പ്രസംഗിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ എൻ്റെ പ്രസംഗം കേൾക്കുന്നു. കോൺഷ്യസ് മൈൻഡ്. ഞാനിപ്പോ നിങ്ങളെല്ലാവരും എൻ്റെ തലകെട്ടൊന്ന് നോക്കി എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഞങ്ങളോട് പറയണെന്ത്? നിങ്ങളെല്ലാവരും എൻ്റെ തലകെട്ടൊന്ന് നോക്കിയോ? പക്ഷെ നിങ്ങൾ നോക്കിയോ? ഒന്ന് തലയാട്ടിയാലും മതി. ഞാൻ നോക്കി. അപ്പൊ ഞങ്ങളോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തേ കണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? തലയെക്കെട്ട് കണ്ടു എന്ന് പറയും. ക്ലിയർ അല്ലേ? പക്ഷെ നിങ്ങൾ എൻ്റെ തലയെക്കെട്ട് നോക്കിയപ്പോൾ തലയെക്കെട്ട് മാത്രമാണോ കണ്ടത്? എൻ്റെ കണ്ണും കണ്ടില്ലേ? എൻ്റെ മൂക്ക് കണ്ടില്ലേ? എൻ്റെ ഒരു പല്ല് ചെരിഞ്ഞ് കണ്ടില്ലേ? അങ്ങനെയൊക്കെ കണ്ടില്ലേ? ഇതിൻ്റെ ബാക്കിലുള്ള സ്ക്രീന് കണ്ടില്ലേ? എൻ്റെ മുമ്പിലുള്ള മൈക്രോഫോൺ കണ്ടില്ലേ? അതിൻ്റെ മുമ്പിലുള്ള സ്റ്റാൻഡ് കണ്ടില്ലേ? 3 കോടി വസ്തുക്കളെ ഒരു നോട്ടത്തിൽ കാണുന്നു. 27,000 CCTVയുടെ പവറാണ് ഒരു മുഅ്തദിലായ കണ്ണിനുള്ളത്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാത്ത കാഴ്ച ശക്തിയുള്ള ഒരു കണ്ണിന് 27,000 CCTVയുടെ പവർ. അത്രയും സാധനം ഫോക്കസ് ചെയ്യും. ഒറ്റ നോട്ടത്തിൽ 3 കോടി വസ്തുക്കളെ കാണും. പക്ഷെ അതിൽ നിന്ന് തലയെക്കെട്ട് മാത്രം നോട്ട് ചെയ്യും. കാരണം നിങ്ങളുടെ തലയെക്കെട്ട് നോക്കിയെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ബാക്കിയുള്ളതിനെ ഡിലീറ്റ് ചെയ്യും. ഈ ഡിലീറ്റ് ചെയ്യുന്ന സാധനം ഒരു കൊട്ടയിലേക്ക് പോകും. അങ്ങനെയല്ലോ, ഡിലീറ്റ് ചെയ്യുന്ന സാധനം ഒരു കൊട്ടയേക്കല്ല പോകുക, ഒരു കൊട്ടയിലേക്ക് പോകും. താഴത്തേക്ക് വീണോ? ഈ കൊട്ടയെന്ന് ഇഞ്ഞത് ആവശ്യമാകുമ്പോൾ എടുക്കാം. ഈ കൊട്ടയുടെ പേരാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന്. ഈ ആവശ്യമില്ലാതെ നമുക്ക് തോന്നിയപ്പോൾ താഴത്തേക്ക് ചാടിയ ഒരു പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിന്റെ പേര്. ആ പാത്രത്തിൽ ഈ സാധനം ഉണ്ടാവും, ആവശ്യമാകുമ്പോൾ എടുക്കും. എല്ലാ സാധനവും ഉണ്ട്. ഇത് എടുക്കുന്ന ഒരു സമയം, ഒരു സാഹത്താണ് മൗത്തിന്റെ സാഹത്ത്. അതിലുള്ളൊക്കെ എടുക്കും. ഉമ്മ പ്രസവിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും മൗത്തിന്റെ സാഹത്തിൽ ഓർമ്മ വരും. വാപ്പാന്റെ കൈ പിടിച്ച് മദ്രസയിലെ 1-ാം ക്ലാസ്സിലേക്ക് പോയത് മൗത്തിന്റെ സാഹത്തിൽ ഓർമ്മ വരും. മൂക്കിങ്ങനെ ഒൽപ്പിച്ചിങ്ങാണ്ട് മദ്രസയിൽ ചെന്നപ്പോ പെൻസിൽ പിടിച്ചിങ്ങാണ്ട് സ്ലേറ്റിലെ അലിഫ് എന്ന് എഴുതി തന്ന ഇബ്രാഹിം മൊല്ലാക്കാനെ ഓർമ്മ വരും. ഇപ്പൊ ഓർമ്മ ഉണ്ടാവില്ല. കാരണം നമ്മൾ വലിയ VIP ഇബ്രാഹിം മൊല്ലാക്ക പിന്നെ AIP അല്ലേ, അതുകൊണ്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓർമ്മ വരുന്നൊരു സമയമുണ്ട്, എല്ലാം ഓർമ്മ വരും.
അന്ന് മനുഷ്യൻ ഒരു കാര്യം പറയും, പടച്ചോനെ ഞാൻ സ്വാലിഹാകാം, ഒരു സെക്കൻഡ് തരുമോ എന്ന്. ശ്രദ്ധിക്കണം നിങ്ങള്, ഒരു സെക്കൻഡ് തരുമോ ഞാൻ സ്വാലിഹാകാം എന്ന് പറയും മനുഷ്യൻ പറയും. ശരിക്കും സ്വാലിഹാകാൻ എത്ര സമയം വേണ്ടത്? ഒരു സെക്കൻഡാണ്. അത് ഒരു സെക്കൻഡ് കൊണ്ട് സ്വാലിഹാകാം എന്ന് തിരിച്ചറിയാൻ മനുഷ്യന്റെ റൂഹ് തൊണ്ടയിലേക്ക് എത്തണം. അപ്പോൾ അവന് മനസ്സിലാവും ഒരു സെക്കൻഡ് കൊണ്ട് സ്വാലിഹാകാമെന്ന്. എങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ട് സ്വാലിഹാകാം? അതൊരു തീരുമാനമാണ്. ഞാൻ നന്നാവാൻ തീരുമാനിച്ചു എന്ന് തീരുമാനിച്ചാൽ ആ നിമിഷം മുതൽ അയാളുടെ ജീവിതം മാറിയിട്ടുണ്ടാവുമെന്നാണ്. ചില വീഡിയോക്കാര് പറയും, എന്ത് നിർത്തിയിട്ട് നിൽക്കണില്ല. എന്താ വിഷയം? ഓ നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. നിർത്താൻ നിൽക്കാത്ത ഒരു സാധനമില്ല. എന്താ വിഷയം? ഓ നിർത്താൻ തീരുമാനിച്ചില്ല. എന്നിട്ടോ അങ്ങനെ പറയാണ്, എന്ത് നിർത്തിയിട്ട് നിൽക്കണില്ല. നിർത്തിയിട്ട് നിൽക്കണില്ലേ? നിർത്തിയിട്ട് നിൽക്കണില്ല. അങ്ങനെ നിൽക്കുക? അത് നിർത്തിയാലല്ലേ നിൽക്കുള്ളൂ. നിർത്തിയാൻ നിൽക്കാത്തൊരു സാധനമില്ല. ഒരു തീരുമാനമാണ്. നന്നാവാൻ തീരുമാനിച്ചു എന്നൊരാൾ തീരുമാനിച്ചാൽ ആ സെക്കൻഡിൽ ജീവിതം മാറും. അതിന്റെ കൂടെ മനുഷ്യൻ പറയും, എന്ത് പടച്ചോനെ ഞാൻ സ്വാലിഹായി കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവസരം ചോദിക്കുന്നത് സ്വതക്ക കൊടുക്കാനാണ്. ചില വയസ്സായ ആൾക്കാർ പറയും, എന്ത് കുട്ടികളൊക്കെ ഇപ്പൊ വലുതായി, ഒരാൾ കുവൈത്തിലുണ്ട്, ഒരാൾ ഖത്തറിലുണ്ട്, ഒരാൾ ഒമാനിലുണ്ട്, ഞാൻ ഇപ്പൊ പണിക്കൊന്നും പോണില്ല, സ്വസ്ഥാണ് എന്ന് പറയും. എന്താ കാരണം? ജോലിയുടെയും വരുമാനത്തിന്റെയും ഉപകാരം എന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അതാണ് കാരണം. എന്തിനാ വരുമാനം? ആൾക്കാർ വിചാരം വരുമാനം എന്ന് പറഞ്ഞാൽ ആശുപത്രി കൊടുക്കാനാണെന്നാണ്. ഉള്ളിടത്തോളുള്ള പൈസ മുഴുവൻ ആശുപത്രി കൊണ്ടേ കൊടുക്കണതിന്റെ കാരണം എന്താണെന്നറിയങ്ങള്? ഇത് ആശുപത്രിയിൽ കൊടുക്കാനാണ് എന്ന് നമ്മൾ നിയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഞാൻ ഹജ്ജിന് പോയപ്പോ ചാവക്കാട്ടുകാരൻ ഒരാളുണ്ടായിരുന്നു കൂടെ. അപ്പൊ ഞങ്ങളിങ്ങനെ വെറുതെ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു, പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്കീനായി ജീവിപ്പിക്കണേ, മിസ്കീനായി മരിപ്പിക്കണേ, മിസ്കീന്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ എന്ന് ദ്വാരന്നിട്ടുണ്ട്. അള്ളാഹു നമ്മളെയൊക്കെ മിസ്കീനാക്കട്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ മൂപ്പരിനോട് പറഞ്ഞു, അപ്പൊ ഉസ്താദേ ഒരു ആശുപത്രി കേസ് വന്നാൽ നമ്മൾ എന്താ കാട്ടുക എന്ന് പറഞ്ഞു. ഞാൻ മൂപ്പരോട് പറഞ്ഞു, ആ ആശുപത്രി കേസ് വന്നില്ലെങ്കിൽ എന്താ കാട്ടുക? അല്ല, അതൊരു വിഷയമാണല്ലോ. നമ്മളിങ്ങനെ ആലോചിച്ച് വെച്ചിരിക്കുകയാണ്, എന്ത് നമുക്കൊരു ആശുപത്രി കേസ് വരാനുണ്ട്, ഈ ഉണ്ടാക്കിയോടത്തോളം പൈസ മുഴുവൻ ആശുപത്രി കൊണ്ടേ കൊടുക്കണതിന്റെ കാരണം ഇത് ആശുപത്രിയിൽ കൊടുക്കാനുള്ളതാണെന്ന തീരുമാനം നമുക്കുണ്ട് എന്നുള്ളതാണ്. പണത്തിന്റെ യഥാർത്ഥ ഉപയോഗം എന്താന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ വാപ്പ ഔസുല്ലാദമേ കാട്ടിൽ പോയി മരം വെട്ടിക്കൊണ്ടുവന്ന് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിറ്റിട്ട് കിട്ടുന്ന പണം സ്വതക്ക കൊടുത്തിരുന്ന ആളായിരുന്നു. സ്വതക്ക കൊടുക്കണമെങ്കിൽ അവനാന്റെ മുതൽ വേണം, തിന്നാൻ അവനാന്റെ മുതൽ വേണ്ട. എനിക്കിന്ന് രാവിലെ പത്തിരി, പിന്നെ ഗോതമ്പിന്റെ അപ്പം, പിന്നെ എണ്ണയാ തീരാത്തത്ര അപ്പങ്ങള്, നാടൻ കോഴി, ഫോറിൻ കോഴി, ആട്, അങ്ങനെ പല സാധനങ്ങളും കിട്ടി. ഒന്നും എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിട്ടല്ല. തൗഫീഖാണ് ഏറ്റവും പ്രധാനം. റിസ്ക് എന്ന് പറഞ്ഞാൽ തന്നെ റിസ്ക്കിനുള്ള തൗഫീഖാണ്. പക്ഷെ സ്വതക്ക കൊടുക്കണമെങ്കിൽ പൈസ തന്നെ വേണം. വരുമാനത്തിന്റെ ഏറ്റവും വലിയ ഉപയോഗം സ്വതക്കയാണെന്ന് തിരിച്ചറിയാൻ റൂഹ് തൊണ്ടക്കുഴിക്കെത്തണം. സ്വാലിഹാവാൻ ഒരു സെക്കൻഡ് മതി എന്ന് തിരിച്ചറിയാനും റൂഹ് തൊണ്ടക്കുഴിക്കെത്തണം.